നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന യൂണിറ്റ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഓക്കെ, ഇന്നലെ നിങ്ങൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലും അതായത് ഹയർ എഡ്യൂക്കേഷനും തമ്മിൽ റിലേഷൻ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട് അല്ലെ. ഒന്ന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്, ഇത് നമ്മുടെ ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. സോ അതിലും കോമൺ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലും ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും ഉണ്ട്. ഓക്കെ, സോ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാനും പറ്റും. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് എന്താ പറയാ, നമുക്ക് ഇത്തിരി എല്ലാവർക്കും, അതായത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയിരിക്കാം. ബട്ട് മോസ്റ്റ് ഓഫ് ദ ആസ്പിറൻസിനെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിച്ചെടുക്കാൻ. ഒന്നുമല്ല, നമ്മൾ ഒന്നുകിൽ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളത് വായിച്ച് മനസ്സിലാക്കി കൊണ്ടുവരേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ആൻഷ്യൻ പീരീഡിൽ മുതൽ നമ്മൾ ഇപ്പൊ ഉള്ളൊരു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം വരെയുള്ള കാര്യങ്ങൾ ഏതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്? ഈ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ള യൂണിറ്റിൽ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്കതിന്റെ ഫസ്റ്റ് അതിന്റെ സിലബസ് ഒന്ന് നോക്കാം. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ആൻഷ്യൻ ഇന്ത്യ. ആൻഷ്യൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും എങ്ങനെയായിരുന്നു, അവരുടെ പഠന രീതി എങ്ങനെയായിരുന്നു എന്നൊക്കെ ഏതിൽ വരുന്നുണ്ട്? HES വരുന്നുണ്ട്. ദെൻ എന്താണ് ഇവല്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ. ഇൻഡിപെൻഡൻസിന് ശേഷം, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഏത് രീതിയിലാണ് മുന്നോട്ട് പോയത്? ദെൻ ഓറിയന്റൽ, കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ ലേണിംഗ് പ്രോഗ്രാംസ്, പ്രൊഫഷണൽ, ടെക്നിക്കൽ ആൻഡ് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ, വാല്യൂ എഡ്യൂക്കേഷൻ ആൻഡ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ, പോളിസീസ്, ഗവേണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻസ്. ഇങ്ങനെ കാണുമ്പോൾ ടെൻഷൻ അടിക്കാനൊന്നുമില്ല, നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഓക്കെ, ബട്ട് നമ്മൾ അത് ഒരു ഓർഡർ വൈസ് ആയിട്ട് പഠിച്ചു പോകണം. അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം? ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ ആ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു കൺസിസ്റ്റൻസി എപ്പോഴും വേണം. എന്തുകൊണ്ടാണ് കൺസിസ്റ്റൻസി വേണം എന്ന് പറയുന്നത് വെച്ചാൽ, നമ്മൾ ഈ PSCക്കൊക്കെ പഠിക്കില്ലേ? PSCക്ക് പഠിക്കുമ്പോൾ എന്താ, അത് പഠിച്ചത് തന്നെ വീണ്ടും റിവൈസ് ചെയ്ത് അങ്ങനെയല്ലേ നമ്മൾ ഒരു എന്താ പറയാ സ്പൂൺ ഫീഡിങ് പോലും, അല്ലെങ്കിൽ എന്താ പറയാ ഒരു നമ്മള് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നതല്ലേ. ആ ഒരു രീതി ഈ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പറ്റുന്നത്ര നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. എന്നാലേ നമുക്ക് അതിനനുസരിച്ച് എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ തലേ ദിവസം വായിച്ചു പോയി, അല്ലെങ്കിൽ ഈ ഒരാഴ്ച മുന്നേ നമ്മൾ ഈ മൊഡ്യൂൾ പഠിച്ചു പോയിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും കൺഫ്യൂഷൻസ് മാത്രമേ വരുള്ളൂ. ഓക്കെ, റൈറ്റ് ആൻസറിലെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ എല്ലാവർക്കും പറ്റുന്ന ഒരു ഏരിയ ആണ്, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, ഇതില് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ സിലബസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു പെട്ടെന്ന് ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടാവും. അല്ലാതെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വേദിക് പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? ആൻഷ്യൻ ഇന്ത്യയിൽ ഫസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം വരുന്നതാണ്. ദെൻ ബുദ്ധിസ്റ്റ് പീരീഡ്. ഓക്കെ, ബുദ്ധിസ്റ്റ് പീരീഡ്. പിന്നെ എന്താണ്? എഡ്യൂക്കേഷൻ കമ്മീഷൻസ് വരുന്നുണ്ട്. ദെൻ അതിന്റെ ഒക്കെ ക്രോണോളജിക്കൽ ഓർഡർ നമ്മൾ പഠിക്കണം. വാല്യൂ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. പിന്നെ പഠിക്കാനുള്ളത് റാങ്കിങ് ഓഫ് യൂണിവേഴ്സിറ്റീസ്. നമ്മുടെ ഇന്ത്യയിലെ യുനെസ്കോ അല്ലെങ്കിൽ ചെയ്യുന്ന റാങ്കിങ്സ്, യൂണിവേഴ്സിറ്റിന്റെ റാങ്കിങ്സ്, കോളേജസിന്റെ റാങ്കിങ്സ്, അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മാത്രമേ എക്സാമിന് മുന്നേ പോകാൻ പാടുള്ളൂ. അതൊക്കെ ഏതിൽ ഇൻക്ലൂഡഡ് ആണ്? ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡഡ് ആണ്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഫാക്ട് ആണ് അല്ലെ, ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുന്ന ഫാക്ട് ആണ്. അപ്പൊ അതും കൂടി ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാം എഴുതിയ കുട്ടികൾക്ക് മനസ്സിലാകും, NEP 2020, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷന്റെ നെറ്റ് എക്സാമിൽ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് വന്ന 5 ക്വസ്റ്റ്യനും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു.
ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കുക കഴിഞ്ഞ എക്സാമിന് അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അത് ഇമ്പോർട്ടന്റ് ആക്കി പഠിക്കണം എന്നല്ല. ഈ ഒരു കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് എങ്ങനെയാണ് NEPന്ന് 2-3 ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് എല്ലാ വിഷയത്തിലും ഏത് സബ്ജക്റ്റിലെ പേപ്പർ 1 എടുത്താലും 2 or 3 2-3 ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ അത് NEP 2020 എത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബാക്കിയുള്ളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എന്താണ് ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഓഫ് ഇന്ത്യ, അതും ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇമ്പോർട്ടന്റ് ആണ്. പറഞ്ഞു വരുമ്പോൾ നമുക്ക് കുറേ ഇങ്ങനെ പഠിക്കാനുണ്ട്. ബട്ട് നമ്മളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം തന്നെ പഠിച്ചാൽ തന്നെ നമുക്കൊരു 3 or 4 ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശരിയാക്കിയിട്ട് എക്സാമിന് പുറത്തു വരാൻ പറ്റും. ഓക്കെ, സോ ആരും ഇത് കുറച്ച് കഥ പോലെ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ ഒരു മടി പിടിച്ച് കിടക്കുന്ന സബ്ജക്റ്റ് ആയിട്ട് നോക്കി കാണരുത്. കൺസിസ്റ്റന്റ് ആയി പഠിക്കുക. എങ്ങനെ കൺസിസ്റ്റന്റ് ആക്കണം? നിങ്ങൾ ഷോർട്ട് നോട്ട് കയ്യിൽ കരുതണം. നമ്മളെ ക്ലാസ്സിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? അറിയുന്ന വേർഡ്സ് മാത്രം അല്ലെ. അതായത് NEP 2020 അത് എപ്പോഴാണ് ലോഞ്ച് ചെയ്തത്, എപ്പോഴാണ് വന്നത്? ഇപ്പൊ ജൂലൈ 29th 2020 ആണെങ്കിൽ എന്ത് ചെയ്യണം? 2021 ആണെങ്കിൽ അത് മാത്രം എഴുതണം. ഓക്കെ, 2020 ആണ്, അത് മാത്രം നിലവിൽ വന്നത് മാത്രം അല്ലെ, അതൊരു ഹൈഫൺ ഇട്ട് എഴുതാം. അങ്ങനെ വളരെ ഷോർട്ട് ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങളെ ഷോർട്ട് നോട്ട്സ് കീപ്പ് ചെയ്യാം. ഇത് എന്തുകൂടെ ചെയ്യണം? വെറുതെ നിങ്ങൾ ഇപ്പൊ എഴുതി വെച്ചാൽ പോരാ. ദിവസവും ഡെയിലി നിങ്ങൾക്ക് എന്തായാലും റിവൈസ് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. ബട്ട് നിങ്ങൾ എങ്ങനെ ചെയ്യണം? വീക്ക്ലി, എല്ലാ ആഴ്ചയിലും ഒരു അരമണിക്കൂർ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എഴുതിയ ഷോർട്ട് നോട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഒരു പോയിന്റും നിങ്ങൾ മറന്നു പോവില്ല. ഓക്കെ, സോ നിങ്ങൾ അത് എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വെക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞ എക്സാമിൽ അല്ലെ, നമ്മളെ കഴിഞ്ഞ നെറ്റ് എക്സാമിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിനോടനുബന്ധിച്ചിട്ട് ഞാൻ നോക്കിയപ്പോ, അതായത് ഒന്ന് അനലൈസ് ചെയ്തപ്പോ, ഈ NEPയിലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലെ 3-4 ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് എല്ലാ ഓൾമോസ്റ്റ് ഒരു 10-12 സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയപ്പോ അതിൽ ഉണ്ട്. അപ്പൊ നമുക്കത് എന്തായിരിക്കും, നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ നമുക്ക് അതിലേക്ക് കടക്കാം. NEP 2020 അല്ലെ, NEP 2020 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. ഓക്കെ, നമ്മൾ എപ്പോഴും അല്ലെ NEP 2020 എന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ. സോ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അല്ലെ, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മള് ഫസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസി ആയിട്ട് വന്നത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, NPE. ഇത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. NPE എന്താണ്? നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. എപ്പോഴാണ് നിലവിൽ വന്നത്? 1968 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വന്നു. ഓക്കെ, അത് ഏതിന്റെ ഭാഗമായിട്ടാണ്, ഏതിന്റെ റെക്കമെൻഡേഷനിലാണ്? കോത്താരി കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ടാണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വരുന്നത്. എന്താണ് കൊണ്ടുവന്നത്? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ അപ് ടു 14 years. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഇതാണ് NPE, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968 വന്നതിന്റെ കീ പോയിന്റ്. ഓക്കെ, അത് ഓർമ്മിച്ചു വെക്കണം. കോത്താരി കമ്മീഷൻ ഓർമ്മിച്ചു വെക്കണം. നിങ്ങൾ 2-3 കാര്യങ്ങളെ ഓർത്തു വെക്കണ്ടു. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം. കോത്താരി കമ്മീഷന്റെ റെക്കമെൻഡേഷനിലൂടെയാണ് 1968 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വന്നത്. ഓക്കെ, ദെൻ എന്താണ്? റീജിയണൽ ലാംഗ്വേജിലും കൂടി കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? പഠിക്കാൻ പറ്റണം. ഓക്കെ, ഈക്വലൈസിങ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രൊമോട്ടിംഗ് ഇൻ റീജിയണൽ ലാംഗ്വേജ്. ഓക്കെ, അത് നോർത്ത് വെക്കാം. 1968 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. ക്ലിയർ ആണല്ലോ? ഇനി അതിനെ എന്ത് ചെയ്തു? നെക്സ്റ്റ്, അതായത് 1986 വീണ്ടും വന്നു.
മാറ്റം വന്നു. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986. ഓക്കെ, 86 രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ സമയത്തായിരുന്നു. ദെൻ അതിന്റെ കീ ഗോൾ എന്താണ് അതിന്റെ കീ പോയിന്റ് എന്ന് പറഞ്ഞാല് റിമൂവിങ് ഡിസ്പാരിറ്റീസ് and equalizing educational opportunities, particularly for women, SC and ST communities. ഇങ്ങനെയൊന്നും പഠിക്കണ്ട, നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷനിൽ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇക്വിറ്റി, ഓർത്തു വെക്കണേ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇക്വിറ്റി ആൻഡ് ക്വാളിറ്റി. Equity and quality. ഇക്വിറ്റി ആൻഡ് ക്വാളിറ്റി. എന്താണ് ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക? എന്താണ് ഇക്വിറ്റി? ഇക്വിറ്റിയും ഈക്വാലിറ്റിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഓർക്കണം, ഇക്വിറ്റിയും ഈക്വാലിറ്റിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഈക്വാലിറ്റി ജസ്റ്റ് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇമേജ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും. എന്താണ് ഈക്വാലിറ്റി, എന്താണ് ഇക്വിറ്റി? ഓക്കെ, അതായത് ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനുമല്ല, വേണ്ട രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ആവശ്യമുള്ള രീതിയിൽ കുട്ടികളിലേക്ക് എഡ്യൂക്കേഷൻ എത്തിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് കാണുമ്പോൾ തന്നെ ഇക്വാലിറ്റിയും ഇക്വിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവും. സോ 1986. ഓക്കെ, ഇത് എളുപ്പമാണ് പഠിക്കാൻ. ഒന്ന് 68 ആണ്, ഒന്ന് 86 ആണ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം വർഷം. അത് കൂടാതെ ഇക്വിറ്റി ആൻഡ് ക്വാളിറ്റി ആണ് 1986 പറഞ്ഞ കീ ഗോൾ എന്ന് പറയുന്നത്. അതായത് ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എല്ലാവർക്കും, ഇപ്പം സ്ത്രീകൾക്കാണെങ്കിലും ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെങ്കിലും ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റീസിന് ആണെങ്കിലും എന്ത് ചെയ്യുക, ഒരേ രീതിയിൽ എന്ത് ചെയ്യുക, എഡ്യൂക്കേഷൻ കൊടുക്കുക. അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്ന, അതായത് അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം വരുത്തുന്ന രീതിയിലേക്കുള്ള എഡ്യൂക്കേഷൻ. അതായത് ഒരേപോലെ കൊടുത്തിട്ട് അവർക്ക് അതിനെ കൊണ്ട് പ്രയോജനം ഇല്ലാണ്ടാവരുത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ എന്ത് വന്നു? എസ്റ്റാബ്ലിഷ്ഡ് 10+2+3 സ്ട്രക്ചർ. ഓർമ്മിക്കണേ, 10+2+3 സ്ട്രക്ചർ. എന്താണ്? 10ാം ക്ലാസ് വരെ 1 to 10, പിന്നെ +2, പിന്നെ എന്താണ്? ഡിഗ്രി. ഓക്കെ, ദാറ്റ് ഈസ് 10+2+3 സ്ട്രക്ചർ ആണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഫോളോ ചെയ്യുന്ന സ്ട്രക്ചർ അല്ലെ, ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ ഫോളോ ചെയ്യുന്ന സ്ട്രക്ചർ ആണ് 10+2+3. ഓക്കെ, ദെൻ അവരൊരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്? ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മളൊരു കഥ പോലെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കത് എളുപ്പത്തിൽ കിട്ടും. ഒന്നും കൂടി നിങ്ങൾ തന്നെ സ്വന്തം തന്നെ ഓർമ്മിച്ച് നോക്കുക. 68 വന്നു, നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ വന്നു. അതിന്റെ ഇത് എല്ലാവർക്കും 14 വയസ്സുള്ള എല്ലാ കുട്ടികൾക്കും എഡ്യൂക്കേഷൻ കൊടുക്കണം, കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നാണ്. പിന്നെ കൊത്താരി കമ്മീഷന്റെ റെക്കമെൻഡേഷനിലൂടെയാണ് വന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ, അതിൽ നമ്മൾ ഓർമ്മിക്കാം. ദെൻ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 86 വരുമ്പോൾ ഇക്വിറ്റി ആൻഡ് ക്വാളിറ്റി ആണ്, ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എല്ലാവർക്കും കൊടുക്കുക എഡ്യൂക്കേഷൻ. പിന്നെ 10+2+3 സ്ട്രക്ചർ. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കീമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് വെച്ചാൽ പ്രൈമറി എഡ്യൂക്കേഷനെ ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, ഓർമ്മിച്ച് വെക്കണം. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് റിലേറ്റ് ചെയ്യുന്നതാണ് പ്രൈമറി എഡ്യൂക്കേഷൻ. ഓക്കെ, പ്രൈമറി എഡ്യൂക്കേഷനെ എന്ത് ചെയ്യുക, അതിനെ സപ്പോർട്ട് ചെയ്യുക, അതായത് ഇംപ്രൂവ് ചെയ്യുക. എങ്ങനെ? കുട്ടികൾക്ക്, അതായത് ചെറിയ കുട്ടികൾക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ സ്കൂളിന് കൊടുക്കുക. പിന്നെ നല്ല ടോയ്ലറ്റ്സ്, സെപ്പറേറ്റ് ടോയ്ലറ്റ്സ്, ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, ടീച്ചേഴ്സിന്റെ എംപ്ലോയ്മെന്റ് അല്ല, ഇത്ര കുട്ടികൾക്ക് ഒരു ടീച്ചർ, അങ്ങനെ ഒരു റേഷ്യോയിൽ പോകണം. അതൊക്കെ എന്താണ്, പിന്നെ എല്ലാ ഫെസിലിറ്റിയും, മെറ്റീരിയൽസ്, ഇപ്പം ബ്ലാക്ക് ബോർഡ് ആണെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിലും ബുക്സ് ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് എന്താണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 പറഞ്ഞ കാര്യമാണ് ഇൻ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഓക്കെ, വന്നിട്ടുണ്ട് നെറ്റ് എക്സാമിന് തന്നെ ക്വസ്റ്റ്യൻ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിനെ പറ്റി വന്നിട്ടുണ്ട്. റീസെന്റ് ആയിട്ടില്ലാന്നേ ഉള്ളൂ. സോ നമ്മളത് ഓർത്ത് വെക്കേണ്ട എന്താണ് പോയിന്റ് ആണ്. പിന്നീട് അത് എക്സ്പാൻഡ് ചെയ്തു കേട്ടോ. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പിന്നീട് എക്സ്പാൻഡ് ചെയ്ത് അത് UP അപ്പർ പ്രൈമറിയിലേക്കൊക്കെ കൊണ്ടുപോയി. എന്തായാലും എന്താണ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക, ഇക്വിറ്റി ആൻഡ് ക്വാളിറ്റി. ഓക്കെ,
നമ്മൾ NEP 2020 പഠിക്കുന്നതിന് മുന്നേ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ NPE പറ്റിയിട്ട് നമ്മൾ അറിയണം. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കാനുണ്ട്. 1986 കഴിഞ്ഞിട്ട് 1992 ഇത് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ഈ ഒരു കാലഘട്ടം പറയുമ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. NEPക്ക് മുന്നേ നിങ്ങൾ ബേസിക് ആയിട്ട് ഇത്ര കാര്യങ്ങൾ ഓർത്തു വെക്കണം. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ എന്താണ് NEP 2020. ഓക്കെ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. നിങ്ങൾ ഷോർട്ട് നോട്ടിലേക്ക് എഴുതുമ്പോൾ ഓക്കെ, രണ്ടു മൂന്ന് നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണോ പെട്ടെന്ന് മനസ്സിലാകുന്നത് ആ രീതിയിലേക്ക് എഴുതാം. ഇപ്പോ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ആണ് ഫസ്റ്റ് വന്നത്. ഓക്കെ, അത് നിങ്ങൾ എങ്ങനെ എഴുതി വെക്കുക? 1968. ഓക്കെ, ദെൻ അത് നെക്സ്റ്റ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വന്നത് 1986 പിന്നെ അതൊരു കാര്യം കൂടി ഓർത്ത് നോക്കണം അല്ലെ, 1992 എന്ത് ചെയ്തു? അത് റിവൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ NEP അല്ലെ, NEP എപ്പോഴാണ് നിലവിൽ വന്നത്? 2020. റീസെന്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഏതിൽ നിന്നാണ് വരുന്നത്? ഈ NEP 2020 നിന്നാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ രണ്ടു മൂന്ന് നിങ്ങൾ ഷോർട്ട് നോട്ടിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ എഴുതി വെക്കാൻ പറ്റുമോ അതേ രീതിയിൽ എഴുതി വെക്കാം. നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്തായിരിക്കണം, അതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു ഇതിന്റെ താഴെ തന്നെ NP എഴുതുമ്പോൾ 68 NPയിൽ എന്താണ് പറയുന്നത്? 68 പറയുന്നത് ആക്സസ് ആൻഡ് സ്ട്രക്ചർ ആണ്. അതായത് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്ത് എടുക്കണം? കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം. പിന്നെ സ്കൂളിന്റെ സ്ട്രക്ചർ, ഓക്കെ, എഡ്യൂക്കേഷൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. ദെൻ 86 അല്ലെ, 86 എന്താണ് നമ്മളിപ്പോ പറഞ്ഞത്? ഇക്വിറ്റി ആൻഡ് ക്വാളിറ്റി. നിങ്ങളുടെ ഷോർട്ട് നോട്ടിലേക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ 2020 വരുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹോളിസ്റ്റിക് ഗ്രോത്ത്. നിങ്ങൾക്ക് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കാണാൻ പറ്റും. ഹോളിസ്റ്റിക് ഗ്രോത്ത്, ടെക്നോളജി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, ടെക്നോളജി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഇങ്ങനെ നിങ്ങൾ ഷോർട്ട് നോട്ടിൽ നല്ല നീറ്റ് ആയിട്ട് എഴുതി വെക്കാം. ബിക്കോസ് നിങ്ങൾക്ക് അത് വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, ദെൻ NEP 2020 നരേന്ദ്രമോദിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്രൂവ് ചെയ്തത് ജൂലൈ 29, 2020. ഓക്കെ, എഴുതി വെക്കാം, ഷോർട്ട് നോട്ടിൽ എഴുതി വെക്കാം. ജൂലൈ 29, 2020. ഓക്കെ, ദെൻ എഡ്യൂക്കേഷൻ മോർ ഫ്ലെക്സിബിൾ ആൻഡ് ഇൻക്ലൂസീവ് ആക്കാനാണ്. ദെൻ എന്താണ്? ഇറ്റ് പ്രൊമോട്ട്സ് ലേണിംഗ് ഡിഫറെന്റ് സബ്ജക്ട്സ് ടുഗദർ ഇൻ വൺ ക്ലാസ് റൂം. എക്സാം സ്ട്രെസ് റെഡ്യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂസ് അസസ്മെന്റ് ആണ് ഇതിൽ കൊടുക്കുന്നത്. ഓക്കെ, നോക്കാം. റീപ്ലേസ്മെന്റ് ഓഫ് 10+5+3+3+4. നോക്കൂ നിങ്ങൾ, എന്താണ്? റീപ്ലേസ്മെന്റ് ഓഫ് 10+2 സിസ്റ്റം വിത്ത് 5+3+3+4. ഓക്കെ, സ്ട്രക്ചർ തന്നെ മാറ്റി അല്ലെ. NEP വരുമ്പോ ഈ 10++2 വരെ അല്ല 10ാം ക്ലാസ്, 10+2 അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ദെൻ എന്ത് ചെയ്തു? NEP 2020 5+3+3+4. നിങ്ങൾക്ക് എന്താ പറയുക, ഉറങ്ങുമ്പോൾ ചോദിച്ചാൽ കൂടി നിങ്ങൾക്ക് ഓർമ്മ വരണം എന്താണ് എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ് മാറിയത്. 5+3+3+4. ഓക്കെ, നോക്കാം നമുക്ക്. ഇവിടെ നോക്കൂ എങ്ങനെയാണ് മാറ്റം വന്നത്. ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അക്കാദമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് 10+2 തന്നെയാണ് അല്ലെ, 10ാം ക്ലാസ് വരെ, പിന്നെ +2. ബട്ട് ന്യൂ അക്കാദമിക് സ്ട്രക്ചർ, അതായത് NEP 2020 നിലവിൽ വന്നു കഴിഞ്ഞാൽ, അതായത് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് അക്കാദമിക് സ്ട്രക്ചർ ആണ് ഫോളോ ചെയ്യേണ്ടത്? 5+3+3+4. അതായത് ഇവിടെ നിങ്ങൾക്ക് സ്ലൈഡ് നോക്കിയാൽ മനസ്സിലാവും. 4 സ്റ്റേജ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1 ഈസ് ഫൗണ്ടേഷണൽ സ്റ്റേജ്, പ്രിപ്പറേറ്ററി സ്റ്റേജ്, മിഡിൽ സ്റ്റേജ് ആൻഡ് സെക്കൻഡറി സ്റ്റേജ്. ഓക്കെ,
അതിൽ ഫൗണ്ടേഷണൽ സ്റ്റേജിൽ വരുന്നത് 3+2, അതായത് 3 വയസ്സ് മുതൽ അതായത് 3-ാം വയസ്സിൽ കുട്ടി എന്ത് ചെയ്യുന്നു, സ്കൂളിലേക്ക് അല്ലെ, പ്രൈമറി ക്ലാസ്സിലേക്ക് പോകുന്നു, അംഗനവാടി അല്ലെങ്കിൽ എന്ത് പ്രീ സ്കൂളിലേക്ക് അല്ലെ, ബാലവാടിക. ഓക്കെ, ദാറ്റ് 3 മുതൽ 6 വയസ്സ് വരെ ഇവിടെ അംഗനവാടിയിൽ അല്ലെങ്കിൽ പ്രീ സ്കൂളിൽ പഠിക്കുന്നു. അതിനുശേഷം 6, 7, 8 6 to 8 അതായത് ക്ലാസ് 1 and 2 അതും കൂടി ഏതിലാണ് വരുന്നത്, ഫൗണ്ടേഷണൽ സ്റ്റേജിലാണ്. അതായത് ഈ 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ, അതായത് 2-ാം ക്ലാസ് വരെ, നിങ്ങൾ നഴ്സറി ക്ലാസ് മുതൽ 2-ാം ക്ലാസ് വരെ എന്ത് ചെയ്യുന്നു, ഒരു പോർഷൻ ആക്കിയിട്ട് മാറ്റുന്നു. ദാറ്റ് ഈസ് ഫൗണ്ടേഷണൽ സ്റ്റേജ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് പ്രിപ്പറേറ്ററി സ്റ്റേജ്. പ്രിപ്പറേറ്ററി അഗെയിൻ 3 years ആണ്. ദാറ്റ് ഈസ് 5+3. നമ്മൾ പഠിച്ചു അല്ലെ സ്ട്രക്ചർ. 5+3 ആവുമ്പോൾ പ്രിപ്പറേറ്ററി സ്റ്റേജില് ക്ലാസ് 3 to 5, അതായത് 3, 4, 5, 5-ാം ക്ലാസ് വരെ അതിനെ പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, മിഡിൽ സ്റ്റേജ്. മിഡിൽ സ്റ്റേജില് ക്ലാസ് 6-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ മിഡിൽ സ്റ്റേജ്, 9-ാം ക്ലാസ് മുതൽ +2 വരെ, അതായത് 12th ഗ്രേഡ് വരെ എന്ത് സെക്കൻഡറി സ്റ്റേജ് എന്നും പറയുന്നു. ഇത് ഓരോന്നിന്റെ പേരും നിങ്ങൾ ഓർത്തു വെക്കണം, ഇതിന്റെ സ്ട്രക്ചറും ഓർത്തു വെക്കണം. ഓക്കെ, സോ ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് 10+2 സ്ട്രക്ചർ ആണ്, അക്കാദമിക് സ്ട്രക്ചർ ആണ്. നമ്മളെ ന്യൂ അക്കാദമിക് സ്ട്രക്ചർ 5+3+3+4. ക്ലിയർ? ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പേരും നിങ്ങൾ ഷോർട്ട് നോട്ടിലേക്ക് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ എത്ര വയസ്സ് മുതൽ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് തന്നെ ആലോചിച്ചാൽ ഈ 5+3+3+4 നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ബാക്കി നിങ്ങൾക്ക് കൂട്ടി പറയാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഏജ് ഒന്നും അങ്ങനെ നോട്ട് ചെയ്യണമെന്നില്ല. ക്ലിയർ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് mother tongue or regional language as the medium of instruction up to grade 5. 5-ാം ക്ലാസ് വരെ എന്താണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഏതാക്കാം, മദർ ടങ്ങോ അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജോ ആക്കാം. അതായത് ഇംഗ്ലീഷിൽ തന്നെ ക്ലാസ് കൊടുക്കണമെന്നോ, ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇംഗ്ലീഷോ വാട്ടെവർ ഇറ്റ് ഈസ്, വേറെ ഏത് ലാംഗ്വേജിലാണെങ്കിലും നമ്മൾ പഠിക്കണം എന്നില്ല. ഏത് മതി, നമ്മുടെ മദർ ടങ് എന്താണോ ആ ലാംഗ്വേജിൽ നമുക്ക് ക്ലാസ്സസ്, അതായത് 5-ാം ക്ലാസ് വരെ നമുക്ക് പഠിക്കാം. ഓക്കെ, ദാറ്റ്സ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ടീച്ചർ പറയുന്ന ഇൻസ്ട്രക്ഷൻ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കണം, മദർ ടങ് അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജ് ആയിരിക്കണം എന്നാണ് NEP 2020 പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, ദാറ്റ് ഈസ് ECCE. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കണം, കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ അധികവും ECCE എന്നാണ് കാണാറ്. ഓക്കെ, സോ early childhood care and education introduced as part of formal schooling. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞില്ലേ 3 വയസ്സ് മുതലേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എഡ്യൂക്കേഷൻ അക്കാദമിക് സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് കുട്ടി മാറുന്നുണ്ട്. സോ അതാണ് ECCയിൽ പറയുന്നത്. ദെൻ കണ്ടിന്യൂസ് അസസ്മെന്റ് റീപ്ലേസസ് എക്സാം സെൻട്രിക് ഇവാലുവേഷൻ. കണ്ടിന്യൂസ് അസസ്മെന്റ്, അതായത് എക്സാം നടത്തി ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പകരം കണ്ടിന്യൂസ് അസസ്മെന്റിലൂടെ അവരെ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുന്നത് NEP 2020 കൊണ്ടുവന്നു. ദെൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, NCF. ഓർമ്മിക്കണേ, എന്താണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, NCF. എന്താണ് NCF എന്ന് പറയുന്നത്? നമ്മൾ NEP 2020 എന്താണ് എന്നാണ്, അത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് NEP 2020 പറയുന്നെങ്കിൽ അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത NCFൽ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൽ പറയുന്നത് എങ്ങനെയാണ് ആക്ച്വൽ കരിക്കുലം ഡിസൈൻ ചെയ്യേണ്ടത്, എങ്ങനെ ഇത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാം, അതിനു വേണ്ടിയിട്ടാണ് NCF എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, ദെൻ വൊക്കേഷണൽ ട്രെയിനിങ് ഇന്റഗ്രേറ്റഡ് ഫ്രം ഗ്രേഡ് 6, അതായത് 6-ാം ക്ലാസ് മുതൽ തന്നെ ഏതെങ്കിലും ഒരു തൊഴിൽ അല്ലെ, ഒരു സ്കിൽ ബേസ്ഡ് ലേണിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നു. ഓക്കെ, 6th ഗ്രേഡ് മുതൽ ഒരു സ്കിൽ ബേസ്ഡ് ലേണിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് വൊക്കേഷണൽ ട്രെയിനിങ് ഇന്റഗ്രേറ്റഡ് ഫ്രം ഗ്രേഡ് 6. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നോട്ട് ചെയ്യണം.
Higher education reforms like multiple entry exit options and academic bank of credits. എങ്ങനെയാണ് ഹയർ എഡ്യൂക്കേഷൻ റിഫോം ചെയ്തത്? മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് ഓപ്ഷൻസ് ആൻഡ് അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്. ABC നമ്മുടെ കഴിഞ്ഞ എക്സാമിൽ, അതായത് എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്കത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സസ് സിസ്റ്റം ഓർമ്മിക്കണേ. മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സസ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ഒരു പില്ലേഴ്സ് ഓഫ് അല്ലെങ്കിൽ എന്താണ് മെയിൻ കീ ഗോൾസ് ഓഫ് NEP 2020 എന്നൊക്കെ പറയാം. ഓക്കെ, സെൻട്രൽ പില്ലേഴ്സ് ഓഫ് NEP 2020 എന്നൊക്കെ പറയുന്നതാണ് ഈ മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് സിസ്റ്റവും ABC അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സും. ഓക്കെ, ഈ സിസ്റ്റത്തിൽ പറയുന്നത് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ആവില്ലേ, നിങ്ങൾ ഓർമ്മിച്ച് വെക്കണേ. ഡ്രോപ്പ് ഔട്ട് ആവുമ്പം, അതായത് നമുക്കിപ്പം ഒരു വർഷം നമ്മൾ UG പ്രോഗ്രാമിന് ചേർന്നു, ഡിഗ്രിക്ക് ചേർന്നു, നമ്മൾ ഒരു വർഷം മാത്രമേ കംപ്ലീറ്റ് ചെയ്തുള്ളൂ. നമ്മളപ്പം ഡ്രോപ്പ് ഔട്ട് ആയി, നമുക്ക് എന്തൊക്കെയോ കാരണങ്ങൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്താക്കും, നമുക്ക് ഈ ഒരു വർഷം സാധാരണ ഈ ഇപ്പൊ പോകുന്ന ഒരു രീതിയിൽ അതൊരു ലോസ് ആണ് അല്ലെ, ഇയർ ലോസ് ആണ് അവിടെ സംഭവിക്കുന്നത്. ബട്ട് NEP 2020 നിലവിൽ വന്നാൽ എന്തായിരിക്കും, അവിടെ അണ്ടർ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും. നമ്മൾ ഒരു വർഷം പഠിച്ചിട്ടാണ് എക്സിറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, അവിടെ അണ്ടർ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും. 2 വർഷമാണ് പഠിക്കുന്നുണ്ടെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി 3 വർഷം പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി, 4 വർഷവും കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഹോണേഴ്സ് റിസർച്ച്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ കിട്ടും. നമുക്ക് റീ എൻട്രി ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഒരു വർഷം പഠിച്ച് ഡ്രോപ്പ് ഔട്ടായി നെക്സ്റ്റ് ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും അടുത്ത വർഷം ചേരുമ്പോൾ എന്താണ്, ഈ നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് സിസ്റ്റം. ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം, ക്വസ്റ്റ്യനിൽ വരാറുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ്. എന്താണ് ABC അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്? നമ്മുടെ ഡിജി ലോക്കർ പോലെ അല്ലെ. എന്താണ് ഡിജി ലോക്കർ എന്ന് വെച്ചാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമ്മൾ എവിടെയാ സേവ് ചെയ്ത് വെക്കുക, ഡിജിറ്റലി നമുക്ക് സെക്യൂർ ആയിട്ട് സേവ് ചെയ്ത് വെക്കാൻ. നമുക്കിപ്പോ ഹാർഡ് കോപ്പി കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല അല്ലെ. ഡിജി ലോക്കർ എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്, ഒതന്റിക്കേഷനുള്ള സംവിധാനമുണ്ട്. അതുപോലെ നമ്മളെ ക്രെഡിറ്റ്സ്, നമ്മളെ മാർക്സും എന്ത് ചെയ്യുന്നു, നമ്മള് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ദാറ്റ് ഈസ് ABC. ഓക്കെ, അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ്. എവറി സ്റ്റുഡന്റ് ഹാസ് എ യുണീക് ABAR ID, ഓട്ടോമാറ്റഡ് പെർമനന്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രിയിൽ എന്ത് ചെയ്യുന്നു, ID, നമ്മളെ ഓരോ യുണീക്ക് ID ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മളെ സ്കോർ എവിടെ സ്റ്റോർ ചെയ്യുന്നു, ക്രെഡിറ്റ്സ് അവിടെ സ്റ്റോർ ചെയ്യുന്നു. നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, അക്കാദമിക് മൊബിലിറ്റി അല്ലെ. നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് കോളേജോ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ മാറി നമ്മൾ 2 വർഷം ഇവിടെ പഠിച്ചു, ബാക്കിയുള്ള ഒരു വർഷം വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിക്കുന്നതെങ്കിൽ അതിന്റെ ബാക്കി എവിടെ പോയി പഠിച്ചാൽ മതി, ഈ സ്കോർ എവിടെ നമുക്ക് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ജനറലി റിമൈൻ ചെയ്യുന്നത് 7 years ആണ്. ബട്ട് ഇത് ഈ സ്കോർ ചേഞ്ച് ചെയ്യുന്നത് ഇതുവരെ അങ്ങനെ നിലവിൽ വന്നിട്ടില്ല. NEP ഭാഗമായിട്ട് മുന്നോട്ടുള്ള വർഷങ്ങളിൽ നമുക്ക് കാണാം. ഓക്കെ, സോ ഇതെന്തായാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റും മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് സിസ്റ്റവും. ഓക്കെ, then next is teacher training NEP reforms making a 4-year B.Ed mandatory. അതായത് 4 വർഷത്തില് B.Ed മാൻഡേറ്ററി ആക്കുന്നു. അതായത് ഇനി വരുന്ന വർഷങ്ങളിൽ ഡിഗ്രി ഇല്ലാത്ത ടീച്ചേഴ്സ് ഉണ്ടാവില്ല. ഓക്കെ, അതുപോലെ ദെൻ എന്താണ്, ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ. എപ്പോഴും ഓർമ്മിച്ച് വെക്കണം, ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് NEP 2020 മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നമ്മളൊരു NEP 2020 അണ്ടറിൽ വരുന്ന ഒരു ഫോറമാണ് നാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഫോറം. എന്താണ് നാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഫോറം? ഓക്കെ, അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് NEP 2020 ഭാഗമായിട്ടാണ്. എന്തിനാണ് അത് റെസ്പോൺസിബിൾ? ഈ NETF അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഫോറം എന്തിനാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? അതായത് ഡിജിറ്റൽ
ടീച്ചിങ് ലേണിംഗ് അല്ലെ ഓൺലൈൻ ഡിജിറ്റൽ ടീച്ചിങ് ലേണിങ്ങിന് കണ്ടന്റും ടെക്നോളജിയും പെഡഗോഗീസ് ഇതിനൊക്കെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? നാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഫോറം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് ഓർമ്മിച്ച് വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. NETF നാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഫോറം. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾഡ് ആൻഡ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എന്താ പറയാ റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നോക്കൂ, 3 റെഗുലേറ്ററി ഹെഡ്സ് CBSE, NCERT, NCTE എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതെങ്ങനെ വന്നു? NEP 2020 വരുമ്പം ഒരു സിംഗിൾ റെഗുലേറ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു ഒറ്റ റെഗുലേറ്ററി ബോഡിയായി വന്നു, ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, HEC. എന്താണ്? ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ. ഓക്കെ, അതായത് നമ്മളിപ്പോ ഒരു കൊടക്കീഴിൽ എന്നൊക്കെ പറയില്ല, അങ്ങനെ ഈ ഇത്രയും റെഗുലേറ്ററി ഹെഡ്സിനെ മാറ്റിയിട്ട് NEP 2020 വരുമ്പോ എന്താണ്? സിംഗിൾ റെഗുലേറ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ വന്നു, ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ. ഓർമ്മിക്കണം, HECI, ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ. ബാക്കി നമുക്ക് അറിയുന്ന കാര്യമാണ്. മുന്നേ 10+2 സിസ്റ്റം അത് NEP വരുമ്പോൾ 5+3+3+4 സ്ട്രക്ചർ ആയി. ദെൻ ഫ്ലെക്സിബിൾ സബ്ജക്ട് ചോയ്സസ് വന്നു, സെൽഫ് അസസ്മെന്റ് ബൈ അതായത് കണ്ടിന്യൂസ് അസസ്മെന്റിലേക്ക് മാറി. ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ 6% GDP എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ സ്കൂളൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് ബെറ്റർ ട്രെയിൻഡ് ടീച്ചേഴ്സും ബെറ്റർ എൻവയോൺമെന്റും പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ 6% എന്ന് പറയുന്നത് എപ്പോഴേ വന്നിട്ടുണ്ട്? 1968 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വരുമ്പോഴേ ഈ അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 6% ഓഫ് GDP ആണ്. ബട്ട് അപ്പോഴും അത് ടാർഗറ്റ് ചെയ്യാൻ പറ്റിയില്ല. എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴേ, അതായത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968 വരുമ്പോഴേ ഈ ടാർഗറ്റ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് ഇപ്പോഴും 4 മാത്രമേ എത്തിയിട്ടുള്ളൂ. അതായത് 86 വരുമ്പം ഇനി NEP 2020 നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതും 6% ഓഫ് GDP ആണ്. ഓക്കെ, ഓർമ്മിക്കണം, അത് എപ്പോഴേ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്? 1968 വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് NEP ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഔട്ട്കംസ് ആണ്. ഔട്ട്കംസ് നമുക്കറിയാം എന്താണ്? ഓക്കെ, സോറി. ദെൻ ഔട്ട്കംസ് ഓഫ് NEP വരുമ്പോ നിങ്ങൾ നമ്മൾ ഏർലി ചൈൽഡ് കെയർ പറഞ്ഞു. ദെൻ അലൈനിങ് വിത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ SDG 4 അല്ലെ, നമ്മൾ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് എന്നൊരു യൂണിറ്റ് ഉണ്ട്. അതിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 4 എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഇക്വിറ്റബിൾ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതായത് എല്ലാവർക്കും ഒരേപോലെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതിനെ ബേസ് ചെയ്തിട്ടാണ് NEP 2020 വന്നിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, ഇൻക്ലൂസീവ് ആൻഡ് ഇക്വിറ്റബിൾ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്ന ഇതുപോലെ തന്നെ ഈ ഒരു വേർഡായിട്ട് തന്നെ കാണാറുണ്ട്. ഓക്കെ, ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ. ഓക്കെ, അതൊക്കെ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ തന്നെ കാണാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, സോ NEP നമുക്ക് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം, എന്നിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1968 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വന്നത്. കോത്താരി കമ്മീഷന്റെ റെക്കമെൻഡേഷനിലൂടെയാണ്. ഈ അപ്പൊ തന്നെ എന്തായിരുന്നു? ഈ 6% GDP ടാർഗറ്റ് അവിടെ വെച്ചിരുന്നു. അതായത് നല്ല ഇൻഫ്രാസ്ട്രക്ചറിൽ നല്ല എന്താണ് ബെറ്റർ ട്രെയിൻഡ് ടീച്ചേഴ്സിനെ വെച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാന്നാണ്. ഗ്രോസ്
ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് വെച്ച് ഉദ്ദേശിക്കുന്നത്. സോ GDP 6% ആവണമെന്ന് എപ്പോഴേ വന്നിരുന്നു? 1968 മുതൽ തന്നെ എന്താണ് കൊണ്ടുവന്നിരുന്നു. പക്ഷെങ്കിൽ അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഓർമ്മിക്കാം, അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. 86 വന്നപ്പോ ഇക്വിറ്റി ആൻഡ് ക്വാളിറ്റി ആണ് കീ ഗോൾ ആയിട്ട് വന്നത്. എല്ലാവർക്കും ഇപ്പം സ്ത്രീകൾക്കാണെങ്കിലും ഷെഡ്യൂൾ കാസ്റ്റ് ആണെങ്കിലും ഷെഡ്യൂൾ ട്രൈബ്സ് ആണെങ്കിലും ഒക്കെ ഒരേ രീതിയിലുള്ള വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യാം. പിന്നെ അവരെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് പ്രൊവൈഡ് ചെയ്യുക. വെറുതെ അവർക്ക് കൊടുക്കുക മാത്രമല്ല, അവർക്ക് എന്താണ് പ്രശ്നം, എഡ്യൂക്കേഷൻ അറ്റൈൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട്, ദാറ്റ് ഈസ് ഇക്വിറ്റി ആൻഡ് ക്വാളിറ്റി, റൈറ്റ്. ദെൻ 10+2+3 സ്ട്രക്ചർ ആണ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഓർമ്മിക്കുക, പ്രൈമറി എഡ്യൂക്കേഷനെ എൻഹാൻസ് ചെയ്യേണ്ടിയിട്ട്, ഇംപ്രൂവ് ചെയ്യേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് കൊണ്ടുവന്നത്. ഓക്കെ, ദെൻ NEP 2020 ജൂലൈ 29, 2020 ആണ് വന്നത്, എസ്റ്റാബ്ലിഷ് ആയത്. ദെൻ പിന്നെ റീപ്ലേസ്മെന്റ് അല്ലെ, 10+2 സിസ്റ്റം 5+3+3+4 എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിട്ട് മാറും NEP 2020 വരുമ്പോൾ. മദർ ടങ് 5ാം ക്ലാസ് വരെ റീജിയണൽ ലാംഗ്വേജിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് വന്നു. ദെൻ ECCE ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർമൽ സ്കൂളിങ്ങിന്റെ ഭാഗമായി, അതായത് അംഗനവാടി അല്ലെ 3 വയസ്സ് മുതലുള്ള എഡ്യൂക്കേഷൻ വന്നു. ദെൻ കണ്ടിന്യൂസ് അസസ്മെന്റ് ആക്കി, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. NCF ഓർമ്മിക്കുക, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ആണ്. അതായത് NEP-യിൽ എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്, എങ്ങനെ അത് റിയലിസ്റ്റിക് ആവാം, അല്ലെങ്കിൽ അത് റിയാലിറ്റിയിൽ എങ്ങനെ വരുത്തണം എന്ന് കൊണ്ടുവന്നത് ഏതിലാണ്? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ആണ് ചെയ്യേണ്ടത്. ദെൻ 6ാം ക്ലാസ് മുതൽ വൊക്കേഷണൽ ട്രെയിനിങ് ഉണ്ട്. മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് ഓപ്ഷൻസ് ഓർമ്മിക്കുക, അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ്, പിന്നെ 4 ഇയർ BEd മാൻഡേറ്ററി ആക്കി. ഓക്കെ, 4 സ്റ്റേജസ്: ഫൗണ്ടേഷണൽ, പ്രൊപ്രിയേറ്ററി, മിഡിൽ ആൻഡ് സെക്കൻഡറി സ്റ്റേജ്. ദെൻ നാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഫോറം ആണ് NETF, ഇതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അതായത് ഓൺലൈൻ ഡിജിറ്റൽ ടീച്ചിങ് ലേണിങ്ങിനെ എന്ത് ചെയ്യുന്നു, അതിന് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നു, കണ്ടന്റും ടെക്നോളജിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് NETF. ഓക്കെ, ക്ലിയർ? സോ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ നോക്കാം. ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് NEP-നെ പറ്റിയിട്ട് ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ അത് അറിയാതെ ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. ബിക്കോസ് എന്താന്ന് വെച്ചാല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, NEP-നെ പറ്റി ഓർത്തു വെക്കണം. ഷോർട്ട് നോട്ടിൽ എഴുതിയത് റിവൈസ് ചെയ്യുകയും കൂടി വേണം. ഓക്കെ, ദെൻ കമ്മിങ് ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which education policy first recommended 6% of GDP as public expenditure on education in India? National Policy on Education 1968, National Policy on Education 1986, Revised NPE Program on 1992, National Education Policy 2020. ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? Okay. ഓക്കെ, റൈറ്റ് ആൻസർ ആണ് അല്ലെ? നമ്മൾ പഠിച്ച കാര്യമാണ്. ബട്ട് നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരും. നമ്മൾ ഈ 6%ലേക്ക് എത്തിക്കാൻ പറയുന്നത് എപ്പോഴും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പറയുന്നത്. ബട്ട് അത് എപ്പോഴേ വന്നിട്ടുണ്ട്, ഫസ്റ്റിലേ അത് റെക്കമെൻഡ് ചെയ്തത് ഫസ്റ്റ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968 റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അറ്റൈൻ ചെയ്തിട്ടില്ല അല്ലെ? 1986, 2020 4% വന്നിട്ടുള്ളൂ. ബട്ട് ഇതിലൂടെ നമുക്ക് അറ്റൈൻ ചെയ്യാം, ടാർഗറ്റ് ക്രോസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ട് ഓരോ ഫാക്ടും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തെറ്റ് ഉത്തരത്തിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ്. One is labeled as assertion and other is labeled as reason. Okay, assertion: higher education institutions in the country with appropriate credit transfer mechanism are facilitating students to
enroll themselves in pre-designed academic programs. Then reason, Academic Bank of Credits works on the principle of multiple entry, multiple exit, as well as anytime, anywhere, and any level learning. രണ്ടും കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ആർ ഈസ് ദ റീസൺ അസർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. Then both A and R are correct, but R is not the correct explanation of A. A is correct, but R is not correct. A is not correct, but R is correct. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ തവണ, അതായത് റീസെന്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഒന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്തിട്ടാണെങ്കിൽ ആൻസർ, നിങ്ങൾ എന്താ ചെയ്തത് നോക്കൂ. നിങ്ങൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യും. 2. Okay. Then okay. To the right answer ആയിട്ട് വരുന്നത് 4 ആണ്. ഓക്കെ, എ ഇസ് നോട്ട് കറക്റ്റ് ബട്ട് ആർ ഈസ് കറക്റ്റ്. എങ്ങനെയാ വരുന്നത് നമുക്ക് നോക്കാം. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ UGC കൊടുത്ത ആൻസർ ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ കൺട്രി വിത്ത് അപ്രോപ്രിയേറ്റ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ മെക്കാനിസം ആർ ഫെസിലിറ്റേറ്റിംഗ് സ്റ്റുഡൻസ് ടു എൻറോൾ themselves in pre-designed academic program. അവർക്ക് തന്നെ പുതിയ pre-designed academic പ്രോഗ്രാംസിലേക്ക് എൻറോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. പറ്റുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് ഇതുവരെ, അതായത് ഒരു യൂണിവേഴ്സിറ്റിയിലും ഇന്ത്യയിലെ ഇത് നിലവിൽ വന്നിട്ടില്ല. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എ ഈസ് നോട്ട് കറക്റ്റ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് വർക്ക്സ് ആണ്, നമുക്കറിയാം. മൾട്ടിപ്പിൾ എൻട്രി, മൾട്ടിപ്പിൾ എക്സിറ്റ്, ആസ് വെൽ ആസ് എനി ടൈം, എനിവെയർ ആൻഡ് എനി ലെവൽ ലേണിംഗ്. ഓക്കെ, ഇതിൽ നമുക്ക് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ, അതായത് ശ്രീഹരി ആൻസർ ചെയ്ത പോലെ രണ്ടും കറക്റ്റ് ആണ്, ബട്ട് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ബട്ട് എന്താണ് UGC കൊടുത്ത ആൻസറും എക്സ്പ്ലനേഷനും ഇതാണ് ഇതുവരെ, അതായത് നിലവിലില്ലാത്തത് കൊണ്ട് അതെന്താണ്, എ ഈസ് നോട്ട് കറക്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് വൈ 4 is the right answer. Okay. Then next is National Education Policy 2020 has entrusted Dash with the responsibility to set up the standards of content, technology and pedagogy for online digital teaching learning. National Education Technology Forum, Central Institute of Educational Technology, Consortium for Educational Communication, Indira Gandhi National Open University. ഒന്ന് ആൻസർ ചെയ്ത്. ഓക്കെ, അത് നമ്മളിപ്പോ എന്താ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. എന്താണ് NETF അല്ലെ, എന്താണ് നമ്മൾ ഓൺലൈൻ ഡിജിറ്റൽ ടീച്ചിങ് ലേണിങ്ങിനുള്ള കണ്ടന്റും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ്, NETF ആണ്, അതായത് നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറം ആണ്. ഓക്കെ, അതും അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഗസ് ചെയ്യാനും പറ്റും. ബിക്കോസ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, NETF ആണ് NEP 2028 റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ബാക്കിയൊന്നും റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഗസ് ചെയ്തിട്ടും ഈ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ദെൻ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി, CIET അല്ലെ. CIET എന്താണ്, സ്കൂൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള എന്താണ് ഡിജിറ്റൽ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ, CIET. ഓക്കെ, CIET എന്താണ്, സ്കൂൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ റിസോഴ്സസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി. Then Consortium for Educational Communication, CEC. Okay, CEC എന്താണ്, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ടെക്നോളജി ഡ്രിവൺ എഡ്യൂക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CEC. അതായത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ടെക്നോളജി ഡ്രിവൺ എഡ്യൂക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. That is Consortium for Educational Communication, CEC. Okay, then Indira Gandhi National, IGNO നിങ്ങൾക്ക് അറിയാം, ലൈക്ക് അതാണ് ഡിസ്റ്റൻസ് ലേണിംഗ് എഡ്യൂക്കേഷൻ ആണ്, എല്ലാ എഡ്യൂക്കേഷൻ ആണ് ഇന്ദിരാ ഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു, അതായത് NEP 2020 വരുമ്പോൾ ഒരു സിംഗിൾ അംബ്രല ബോഡി ഫോർ എൻറ്റയർ ഹയർ എഡ്യൂക്കേഷൻ, എല്ലാ ഹയർ എഡ്യൂക്കേഷനും വേണ്ടിയിട്ട് നമ്മളൊരു സിംഗിൾ അംബ്രല ബോഡി അവിടെ കൊണ്ടുവന്നു. അതാണ് എന്ത്? HECI അല്ലെ? എന്താണ് HECI? ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഓർത്ത് വെക്കണേ. അതിൽ പറഞ്ഞത് എന്താണ്? 4 വെർട്ടിക്കൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. 4 വെർട്ടിക്കൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതിലൊന്ന് നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ. ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ ഫോർ റെഗുലേഷൻ ഹയർ എഡ്യൂക്കേഷനിൽ റെഗുലേഷൻ കൊണ്ടുവരേണ്ടിയിട്ട് ആണ് എന്ത്? റെഗുലേറ്ററി കൗൺസിൽ കൊണ്ടുവന്നത്. നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ. ദെൻ ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ GEC വന്നത് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗ്രാൻഡ്സ് കൗൺസിൽ വന്നത് ഹയർ എഡ്യൂക്കേഷൻ ഗ്രാൻഡ്സ് കൗൺസിൽ, ഗ്രാൻഡ്സ് അല്ലെ അറിയാം. അപ്പൊ തന്നെ നമുക്കത് ഫണ്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഫണ്ടിങ് അങ്ങനെ തന്നെ ആലോചിച്ച് നിങ്ങൾ ഓർത്ത് വെക്കണേ, അല്ലെങ്കിൽ മാറിപ്പോവും. ദെൻ NAC എന്താണ്? അക്രഡിറ്റേഷൻ. അത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിലാണ് NAC. ഓക്കെ, അതുപോലെ നമ്മൾ NEP വന്നതിന് ശേഷം എന്താണ്? ഇപ്പൊ ബൈനറി സിസ്റ്റം എന്ന് പറയും. അതായത് ഒന്നുകിൽ അക്രിഡിയേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു കോളേജ് NAC അക്രിഡിയേറ്റ് ആണ്, അല്ലെങ്കിൽ നോൺ അക്രിഡിയേറ്റഡ്, അങ്ങനെ ഒരു രീതിയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് നിങ്ങൾ വെറുതെ ഇത് നോക്കിയാൽ പോരാ. 4 വെർട്ടിക്കൽസ് അല്ലെങ്കിൽ 4 പില്ലേഴ്സ് പഠിച്ചാൽ പോരാ. ഇതിന്റെ എന്ത് പഠിക്കണം? ഓർഡറും കൂടി ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, അതായത് NHERC, NAC, HEGC ആൻഡ് GEC. ഓക്കെ, അതിന്റെ ഓർഡറും കൂടി ഒന്ന് പഠിക്കുക. എന്താണ്? ഒരു ഒറ്റ അംബ്രല ബോഡിയിൽ, ഒരു ഒറ്റ കുടക്കീഴിൽ വന്നു ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, NHERC, GEC, HEGC ആൻഡ് NAC. ഓക്കെ, ക്ലിയർ? ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്തേ. ഇതും റീസെന്റ് ആയിട്ടുള്ള എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓക്കെ. ഓക്കെ, നോക്കൂ, നിങ്ങൾ NHERC അല്ലെ, നമ്മൾ ഇങ്ങനെ ഒരു ടേബിൾ അല്ലെ, ഇങ്ങനെ ഒരു ടേബിൾ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതെങ്കിൽ എന്താണ്? നമുക്ക് അറിയുന്നത് മാച്ച് ചെയ്തിട്ട് നമ്മൾ നേരെ എലിമിനേഷൻ മെത്തേഡിലേക്ക് പോകും. അതായത് നിങ്ങൾക്ക് ഇന്നലെ എലിമിനേഷൻ മെത്തേഡിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും മാം. ഓക്കെ, നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതെല്ലാം നമുക്ക് എല്ലാ ഓപ്ഷനും അറിയില്ല, നമുക്ക് ഏതൊക്കെയോ അറിയും, ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. അത് വെച്ച് നമുക്ക് എങ്ങനെ റൈറ്റ് ആൻസറിലേക്ക് എത്താമെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ നോക്കൂ, NAC നമുക്ക് അക്രഡിറ്റേഷൻ ആണെന്ന് നമുക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റും അല്ലെ? അത് ഓൾമോസ്റ്റ് അല്ലെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്താണ്? NAC is related to
അക്രഡിറ്റേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ B1 അല്ലെ, B1 ആയിട്ടുള്ളത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓപ്ഷൻസ് സെലക്ട് ചെയ്താൽ മതി. അതിൽ 1ഉം 2ഉം മാത്രമേ ഉള്ളൂ എന്ത് B1 ആയിട്ട് ഓപ്ഷൻ വരുന്നത്. ദെൻ എന്താണ് നെക്സ്റ്റ് HEGC അല്ലെ. HEGC നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗ്രാൻഡ് കൗൺസിൽ. ഗ്രാൻഡ് എന്താണ്, ഫണ്ടിങ്ങിനാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ദാറ്റ് ഈസ് C ഈസ് റിലേറ്റഡ് ടു ഫോർ ഫണ്ടിങ് ആൻഡ് ഫിനാൻസിങ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. B1ഉം C4ഉം ആയിട്ടുള്ള ഒരൊറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ, ദാറ്റ് ഈസ് ദ 1. ഇപ്പം ബാക്കി 3 നമുക്ക് അവിടെ എലിമിനേറ്റ് ചെയ്യാം. ഫസ്റ്റ് 1 ആണ് എന്ത് റൈറ്റ് ആൻസർ. ഓക്കെ. NHERC എന്ന് പറയുന്നത് സിംഗിൾ പോയിന്റ് റെഗുലേറ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ ആണ്. ദെൻ GEC എന്ന് പറയുന്നത് ഫോർമുലേറ്റിംഗ് നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക്. ഓക്കെ, ക്ലിയർ? സോ എലിമിനേഷൻ മെത്തേഡും കൂടി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നു നമുക്ക് അത്രയും ഓർമ്മയുണ്ടാവും. എത്രത്തോളം റിവൈസ് ചെയ്യുന്നു അത്രയും നമുക്ക് ഓർമ്മയുണ്ടാവും. കൺസിസ്റ്റന്റ് ആയിട്ട് ഹയർ എഡ്യൂക്കേഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹയർ എഡ്യൂക്കേഷനിലെ 5 മാർക്സും നമുക്ക് നേടാൻ പറ്റും. ഓക്കെ.